പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക മോഡിലാണ് എടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് കാലമായിട്ട് ഒരാളെൻ്റെ പുറകേ നടന്ന് ശല്യപ്പെടുത്തുകയാണ്. ആൾ വലിയ എം എസ് സിക്കാരിയൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ റിലേറ്റിവിറ്റിയിലെ എല്ലാവർക്കും അറിയാം, ഈ ടൈം ഡയലേഷൻ എന്ന് പറയുന്നൊരു സാധനം ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവരിത് പരീക്ഷ പഠിച്ചതാണ്, പരീക്ഷ എഴുതിയതാണ്, മാർക്ക് കിട്ടിയതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അത് കൃത്യമായിട്ട് അതിൻ്റെ ക്രക്സ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ കുറ്റമല്ല. കാരണം റിലേറ്റിവിറ്റി, ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മേഖലയാണ്. കാരണം നമ്മുടെ ഒരു സാമാന്യ ബോധത്തിനും നമ്മുടെ ഒരു പരിചയത്തിലുള്ള കാര്യങ്ങളും വെച്ച് ഇത് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയിൽ കൂടെ അത് പഠിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകണം. ഇതൊക്കെയാണ് സംഭവം. അല്ല, ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ. വേറെ ആരുമല്ല, എൻ്റെ മകള് തന്നെയാണ് കേട്ടോ. ആ, എന്താ നിന്റെ പ്രശ്നം? ടൈം ഡയലേഷൻ ആണ് എന്റെ പ്രശ്നം. മൊത്തം ടൈം ഡയലേഷൻ ആ പ്രശ്നം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പം MSc BSc MSc പഠിച്ചതാ. BSc MSc രണ്ട് ഇതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് എന്താ ഞാൻ പഠിക്കുന്ന എങ്ങനെ പരീക്ഷയിൽ പാസ്സാവാനും മാർക്ക് കിട്ടേണ്ട രീതിക്ക്, അപ്പം ആ ഒരു താൽക്കാലിക ഐഡിയ കിട്ടേണ്ട രീതിക്ക് പഠിച്ചു വെക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഫോർമുല ഒക്കെ പഠിക്കും, അത് വെച്ച് പ്രോബ്ലം ചെയ്യും, പരീക്ഷ അല്ലെങ്കിൽ തന്നെ പഠിക്കും, പരീക്ഷ എഴുതും. പിന്നെ അടുത്ത ദിവസം വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡൗട്ടാ, അങ്ങനെയല്ലല്ലോ എന്ന്. എനിക്ക് ഒരു ക്ലിയർ, അതായത് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അച്ഛനോട് ചോദിക്കുന്ന സമയത്തും ഇപ്പൊ അച്ഛൻ പറയും എന്താ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഡൗട്ട് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം അതിന്റെ കാര്യം നീ പറഞ്ഞല്ലോ, ഇൻഡർസ്റ്റെല്ലാർ സിനിമ. അതായത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് അറിയാമല്ലോ, ബെല്ലൈക്കൺ കൂടെ എന്തെങ്കിലും ചെയ്തേക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡർസ്റ്റെല്ലാർ സിനിമ വന്നതിന് ശേഷമാണ് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ കൂടിയത്. സാധാരണക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം വെലോസിറ്റി, സ്പീഡ് കൂടുന്തോറും സമയം പതുക്കെ ഒഴുകുന്നു, അതിൻ്റെ ഫ്ലോ കുറയുന്നു. വലിയൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എത്തുമ്പോഴും സമയം പതുക്കെ പോകുന്നു. അതായത് ഭൂമിയിൽ ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വെലോസിറ്റിയിൽ പോകുന്ന, വളരെ വലിയ വെലോസിറ്റിയിൽ പോകുന്ന ഒരു സ്പേസ് ഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് 1 വർഷമേ പോവുള്ളൂ. അതായത് അയാൾ 1 വർഷം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 10 വർഷം പോയിട്ടുണ്ടാകും. അതായത് ഇവർ പോയി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഇവർക്ക് 5 or 6 വയസ്സേ കൂടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഭൂമിയിൽ 60-70 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ഇതൊരു വല്ലാത്ത സാധനമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് മാത്തമാറ്റിക്കലി ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ്. പക്ഷെ ഇതെന്താന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇതാണ് ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയണം. അതായത് പഴയ ഈ മോഡേൺ ഫിസിക്സ് മോഡേൺ ഫിസിക്സ് അല്ല, ഒരു ന്യൂട്ടൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ ഗലീലിയോയുടെ കാലം മുതലാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു മെത്തഡോളജിക്കലായിട്ടുള്ള സയൻസ് വളർന്നത്. അത് ക്ലാസിക്കൽ ഫിസിക്സ് ആയിരുന്നു. എല്ലാത്തിനും കൃത്യമായ ഡെഫിനിഷൻസ്, അതായത് ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ, എല്ലാത്തിനും വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തും ഈ ലൈറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ ലൈറ്റ് എന്ന് പറയുന്നൊരു സാധനം ഒരു വല്ലാത്ത പിടികിട്ടാപ്പുള്ളി വലിയ പ്രശ്നമായിരുന്നു. ഇതെന്താണ് ഈ പണ്ടാരമൊന്നും മനസ്സിലായില്ല. ന്യൂട്ടൺ പറഞ്ഞു ഇത് കോർപ്പസിൽസ് ആണ്. കോർപ്പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കണങ്ങളാണ് ലൈറ്റ്, പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ അത് വെച്ച് ന്യൂട്ടൺ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ബേസിക് പ്രോപ്പർട്ടീസ്. പക്ഷെ അതുകൊണ്ടും എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയില്ല. അതിൻ്റെ അകത്ത് ലൈറ്റ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഒക്കെ ഉണ്ട്, അത് പഠിച്ചിട്ടില്ല ഓപ്റ്റിക്സിൽ. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് വീണ്ടും അങ്ങനെ കിടന്നു.
പിന്നീട് ക്രിസ്ത്യൻ ഹൈജൻസ് വന്നിട്ട് ഇതിന് വേവ് തിയറി ഉണ്ടാക്കി. ആ. നീ പഠിച്ചിട്ടുണ്ടാവും, വേവ് ആ. തിയറിയും പഠിച്ചിട്ടുണ്ടാവും. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് വേവ്സ് ആണ്. പക്ഷേ അവിടെയും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് വേവ് ആണെങ്കിൽ, ഈ വേവ്സ് എന്ന് പറയുന്ന സാധനം എന്താ, അത് ഒരു മീഡിയത്തിന്റെ മൂവ്മെന്റ് ആണ്, അല്ലേ? ഒരു മീഡിയത്തിലേക്ക് കുറച്ച് എനർജി അങ്ങോട്ട് വിടുമ്പോൾ ആ മീഡിയം അങ്ങനെ കടന്ന് തുള്ളിക്കളിച്ച് ഇങ്ങനെ പോകും. ഇപ്പം വെള്ളത്തിലൊരു കല്ലിട്ടാൽ നമ്മളൊരു എനർജിയാണ് അവിടേക്ക് പാസ് ചെയ്യുന്നത്, അവിടെ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാകും, ഇല്ലേ? അത് ഒരു എനർജിയുടെ മൂവ്മെന്റ്. ഇതേപോലെയാണ് ലൈറ്റ് എന്നായിരുന്നു ക്രിസ്ത്യൻ ഹൈജൻസ് പറഞ്ഞത്. പക്ഷെ അന്നേരം ഒരു മീഡിയം വേണ്ടേ? എവിടെയാണ് അപ്പോൾ സൂര്യനിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തുന്നത് എങ്ങനെയാ? ഏത് മീഡിയത്തിൽ കൂടെ? എന്നാൽ അങ്ങനെ ഒരു മീഡിയം ഉണ്ട്, ഈതർന്നും പറഞ്ഞുകൊണ്ടൊരു മീഡിയം ഉണ്ട്. അത് ഈ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഉണ്ട്. പിന്നീട് കുറെ കാലം ഈതറിന്റെ പുറകെ പാഞ്ഞു കിട്ടി നടന്നു. മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് കേട്ടിട്ടില്ലേ? വലിയ, വളരെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ്. അതും ഈതറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതും പരാജയപ്പെട്ടു, ഹുദാഗവയായി. അപ്പോഴാണ് ഈ ഇദ്ദേഹം ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അവതരിപ്പിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ഇങ്ങനെ 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 അത് പോകും. അത് ഒരു വേവിന്റെ എല്ലാ സ്വഭാവവും അതിനുണ്ടാകും. പക്ഷെ അതിനൊരു മീഡിയം ആവശ്യവുമില്ല. അപ്പൊ ഈ ഈതർ എന്ന് പറയുന്ന ആ ഒരു പിടികിട്ടാ പുള്ളി, അവനെ നമ്മൾ സയൻസ് പടിയടച്ച് പുറത്താക്കി. അതിന്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോഴും അവിടെ ഈ ക്ലാർക്ക് മാക്സ്വെല് കുറച്ച് വേവ് ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വേവ് ഇക്വേഷനിലൂടെയും മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റിലൂടെയും പിന്നെ അനേക എക്സ്പെരിമെന്റിലൂടെയാണ് ലൈറ്റിന്റെ സ്പീഡ്, വെലോസിറ്റി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. എന്താണ് ലൈറ്റിന്റെ വെലോസിറ്റി? 3 × 10⁸ മീറ്റേഴ്സ് പെർ സെക്കൻഡ്, അല്ലേ? അതായത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ്. കറക്റ്റ് പറയുകയാണ് 2.99 അങ്ങനെ പോകുന്നത്. പോട്ടെ, നമുക്ക് നമ്മുടെ ഒരു അങ്ങനെ പറഞ്ഞു. അപ്പൊ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് തീരുമാനിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഐൻസ്റ്റീൻ വരുന്നത്. ഐൻസ്റ്റീൻ നോക്കുന്ന സമയത്ത് ഈ വേവ് ഇക്വേഷന്റെ അകത്ത് ഈ സി, മൈക്കൽസൺ മോർലിയുടെ എക്സ്പെരിമെന്റിൽ കൂടെ കിട്ടിയ സി, പലയിടത്തൂടെ ഈ സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു. ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളൊരു സംശയം. പിന്നെ അദ്ദേഹം ഒരുപാട് തോട്ട് എക്സ്പെരിമെന്റിലൂടെ ചിന്തിച്ച് എങ്ങനെയാണ് അദ്ദേഹം ആ ഹൈപ്പോത്തസിസിലൂടെ എത്തിയെന്ന് പറഞ്ഞുകൂടാ. ആ ജീനിയസിന്റെ തന്നെ അറ്റം കൊണ്ടാണ് അദ്ദേഹം ഒരു ഹൈപ്പോത്തസിസിലെത്തി, ഒരു നിഗമനത്തിലെത്തി. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് പ്യുവർലി ഇൻഡിപെൻഡന്റ് ആണ്. അത് എല്ലായിടത്തും, അതായത് പ്രത്യേകിച്ച് ത്രൂ വാക്വം, അത് ഒരുപോലെയാണ്. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അതും മാത്രമല്ല, എങ്ങനെയൊക്കെ നോക്കിയാലും ലൈറ്റിന്റെ സ്പീഡ് അത് തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളൊരു ട്രെയിനിൽ പോവാണ്, 100 കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു ട്രെയിൻ, തൊട്ടടുത്തുള്ള ട്രാക്കിൽ കൂടെ 100 കിലോമീറ്ററുള്ള ഒരു ട്രെയിൻ പോകുന്നു. അപ്പം നീ ഒരു ട്രെയിനിൽ ഇരിക്കുന്നു, ഞാൻ മറ്റേ ട്രെയിനിൽ ഇരിക്കുന്നു. നീ എന്നെ നോക്കുമ്പോൾ എന്റെ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടാവുമോ? ഇല്ല. ഞാൻ നിന്നെ നോക്കുമ്പോഴും മൂവ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് മൂവ്മെന്റ് ആയിട്ട് തോന്നുകയും ചെയ്യില്ലേ? അപ്പം ഇതാണ് റിലേറ്റിവിറ്റി തിയറിയുടെ ബേസിക് എന്ന് പറയുന്നത്. അതായത് ദോസ് ഹു സ്റ്റാൻഡ് ഓൺ ദ പ്ലാറ്റ്ഫോം, ദ ട്രെയിൻ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 100 kilometers per hour. But those who sitting in the other train running parallel to this with the same speed feel the velocity is 0. അല്ലേ? ഇങ്ങനെയാണ് ഇതില്ലേ. ഇത് ആര് പറയുന്നത് ശരി? രണ്ടുപേരും പറയുന്നത് ശരിയാണ്. രണ്ടുപേരും പറയുന്നത് ശരിയാണ്, അല്ലേ? റിലേറ്റീവ് ടു സംബഡി. അതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് ഇവിടെ ഈ സി കൊണ്ടുവന്നപ്പോ എന്താ പറ്റിയെന്നറിയോ? ഇപ്പം ലൈറ്റ് മൂവ് ചെയ്യുന്നു. ഇപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ, അതിൽ നിന്ന് ഞാൻ ഒരു കല്ല് നല്ല സ്പീഡിൽ മുമ്പോട്ട് എറിയുന്നു, ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ എറിയുന്നു. അപ്പൊ ആ കല്ലിന്റെ സ്പീഡ് എത്ര ആയിരിക്കും?
100 പ്ലസ് പ്ലസ് 20 ആ 120 കിലോമീറ്റർ. ആ അതെ. അത് എന്നാൽ പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അതെ പുറത്തുനിന്ന് അല്ലേ? കാണുന്ന പുറത്തുനിന്ന് കാണുന്ന ഒരാൾ ആ അല്ലേ, അതെ. പുറത്തുനിന്ന് കാണുന്ന ഒരാൾ. ഞാൻ ഈ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിന്ന് ഒരു ടോർച്ച് അടിക്കുന്നു മുമ്പോട്ട്. ആ. അപ്പം എങ്ങനെയാണ് വരേണ്ടത്? 3 lakh പ്ലസ് 100 കിലോമീറ്റർ 100 അതും കൂടെ വരണമല്ലോ, വരണം. പക്ഷെ വരേണ്ടതല്ലേ? ആ, പക്ഷെ അങ്ങനെ അങ്ങനെയല്ല. വരില്ല. ആ. അത് സി തന്നെയായിരിക്കും. ആയിരിക്കും. സി തന്നെയായിരിക്കും. സീനോട് ഇനി തൊട്ടടുത്തൊരു ട്രെയിനിൽ പോകുന്ന ഒരാള് ആ. ആ. 100 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകുന്നു. ആ. അവര് നോക്കുമ്പോഴും ഇത് സി തന്നെ സീനായിരിക്കും. അതായത് ഒരു സാഹചര്യത്തിലും സീനോട് സിക്ക് വ്യത്യാസം വരില്ല. വരത്തില്ല. ഇനി ഈ ട്രെയിൻ ഈ സി ഇതേ സ്പീഡില് ഇപ്പം ലൈറ്റ് ഇങ്ങനെ പോകുന്നു, അതിന് പാരലായിട്ട് ഇതേ വെലോസിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നു. നാച്ചുറലി വരേണ്ടത് എങ്ങനെയാണ്? ഈ ലൈറ്റിന്റെ സ്പീഡ് 0 ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. പക്ഷെ അല്ല, അപ്പോഴും ലൈറ്റിന്റെ സ്പീഡ് സി തന്നെയായിരിക്കും. അപ്പോൾ ഒരു സാഹചര്യത്തിലും ഒരു കണ്ടീഷനിലും ലൈറ്റിന്റെ സ്പീഡ് മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അത് അൾട്ടിമേറ്റ് ആണ്. ഇനി എന്തൊക്കെ കാണിച്ചാലും അപ്പം ഇതാണ് ഐൻസ്റ്റീൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഹൈപ്പോതെസിസ്. മനസ്സിലായോ? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം ഉണ്ടത്. ഈ ലൈറ്റിന്റെ സ്പീഡ് മാറില്ല, അപ്പം ബാക്കിയുള്ള പലതും മാറിയേ പറ്റൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ടൈം ഡൈലേഷൻ മെയിൻ ആയിട്ട് വരിക എപ്പോഴാ? ഏത് നമ്മളിപ്പോ ഒരു സ്പേസ് ഷിപ്പ് പോവുകയാണെങ്കിലും എന്താ പറയാ, ലൈറ്റിന്റെ സ്പീഡിനോട് ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത് പോവാണെങ്കിലല്ലേ ഈ ടൈം ഡൈലേഷൻ. അപ്പോഴേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ പറയുന്നത് മനസ്സിലായില്ല, അപ്പോഴേ നമുക്കത് ഫീൽ ചെയ്യും ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ചെറിയ 100 കിലോമീറ്റർ 150 കിലോമീറ്റർ പക്ഷെ ഉണ്ട്. ഉണ്ട്. അപ്പം ഇത് ഈ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്ന സാധനം മാറുകയില്ല. അപ്പം അവൻ മാറുന്നില്ല, എന്ത് ചെയ്താലും മാറില്ല. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മാറിയേ പറ്റൂ, അല്ലെ? മാറണം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എന്താ? അതിന്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം, അല്ലേ? ഈ വെലോസിറ്റി എന്ന് പറയുന്ന കടുംപിടുത്തം പിടിച്ച് അവിടെ ഒരൊറ്റ നിൽപ്പ് നിൽക്കുക. അവൻ ഇപ്പൊ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 100 എന്നുള്ള ഒരു വാല്യൂ നിൽക്കുക. അവൻ അനങ്ങുന്ന പ്രശ്നം നിൽക്കുന്നില്ല. ഇപ്പൊ ഇത് അതേസമയം മറ്റിടത്ത് എന്ത് പറ്റും? ഇത് എന്തൊക്കെ ചെയ്താലും ഈ സാധനങ്ങൾ മാറും. പക്ഷെ 100നെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ 100നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇവന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഫലമായിട്ടാണ്, അതിന്റെ റിസൾട്ടായിട്ടാണ് ടൈം എന്ന് പറയുന്ന സാധനം കുറയുന്നത്. വെലോസിറ്റി കൂടുന്തോറും ടൈം എന്ന് പറയുന്നത് കുറയുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ നിനക്ക് വരച്ച് കാണിച്ചു തരാം. മനസ്സിലായി. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഒരു കാര്യം, ഒരു കാറ് ഇതിങ്ങനെ മൂവ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ഈ കാറിന്റെ അകത്ത് ഇരിക്കുന്ന ഒരാള് അയാൾ ഒരു ബോള് മേളിലേക്ക് ഇടുന്നു. മേളിലേക്ക് ഇടുമ്പോ എന്താണ്? കാറിന്റെ അകത്ത് മൂവ് ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഈ കാർ പോകുന്നതെന്ന് വിചാരിക്കുക. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരാള് ഇത് മുകളിലേക്ക് ഇട്ട് വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയി തിരിച്ചു, അല്ലേ? ആണല്ലോ, സംശയമില്ലല്ലോ. ഒരു സെക്കൻഡ് കൊണ്ട്, ഇല്ലേ? ഇനി പുറത്തൊരാൾ നിന്ന് നോക്കുകയാണ്. അയാളും കാണുന്നു ഇയാൾ ഇങ്ങനെ ഒരു ബോൾ മേളിലേക്ക് ഇടുന്നത്. ഈ ബോൾ മേളിലേക്ക് ഇട്ട് ഇയാളുടെ കൈ തന്നെ തിരിച്ചു വരുന്നത്. അയാൾ നോക്കുമ്പം ഈ കാർ ഇവിടെ ആയിരിക്കുമ്പോഴാണ് ഇയാൾ മേളിലേക്ക് ഇടുന്നത്. കാർ ഇവിടെ എത്തുമ്പോഴാണ് ബോൾ അയാളുടെ കൈ തിരിച്ചെത്തുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെയല്ലേ ബോൾ വരുന്നത്? അല്ലേ? ഇങ്ങനെയാണ് ഈ ബോൾ തിരിച്ചു വരുന്നത്, അല്ലേ? ഇതും ഒരു സെക്കൻഡ് കൊണ്ട് തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് നോക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ബോള് ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം മൂവ് ചെയ്തു, ഇല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, അങ്ങനെ നമുക്ക് ആ ബോൾ ഇങ്ങനെ പോയത് അല്ലെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. ഇവിടെ നിൽക്കുന്ന ഒരാള് കാണുന്നത് എന്താണ്? ഈ ബോൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നതല്ലേ ഒരു സെക്കൻഡ് കൊണ്ട്. അച്ഛൻ ഞാനതാ പറയുന്നത്, ഇവിടെ നിൽക്കുന്ന ആളില്ലേ, ബോൾ ഇങ്ങനെ വളഞ്ഞു പോയതാന്നല്ല കാണുന്നത്. അയാളെ
ഇൻ റെസ്പെക്ട് ടു ഈ നിൽക്കുന്ന ആൾക്ക് ആകെ നമുക്ക് പറയാൻ പറ്റുക ബോൾ മേലോട്ട് എറിഞ്ഞ ടൈമും കയ്യിൽ വന്ന ടൈമും ഡിഫറെന്റ് ആണ്. ആ ടൈം ആ ടൈം ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് കൊണ്ട് ബോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തിയെന്നാണ് ഇയാൾ കാണുന്നത്. ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം മൂവ് ചെയ്യുമ്പോ ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും മൂവ് ചെയ്തു. ഇതങ്ങനെ നിൽക്കട്ടെ. ഇതാണ് സിമ്പിൾ. ഇനി ഇത് നമ്മൾ ലൈറ്റ് വെച്ച് നോക്കുക. ഒരു ഒരു വളരെ വലിയ വെലോസിറ്റി പോകുന്ന ഒരു സ്പേസ് ഷിപ്പ്. അതിന്റെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സും ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സും ഉണ്ട്. ഇവിടെ നിന്നൊരു റേ ഓഫ് ലൈറ്റ് മേളിലേക്ക് പോകുന്നു. ഈ മിററിൽ തട്ടി ഇത് നേരെ തിരിച്ചു വരുന്നു. ഇത് തിരിച്ചു വരുന്നു. ഇതെന്താ ഈ സമയത്ത് ഇതിന്റെ അകത്ത് നിൽക്കുന്ന ഒരാളെ സമയത്തോളം ഇതിങ്ങനെയാണ്. എന്നാൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ ഈ ലൈറ്റ് മേളിലേക്ക് പോകുന്നു. ഈ ലൈറ്റ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മിററിലെത്തും. ഈ ലൈറ്റ് ഇത്രയും ദൂരം പോകും. അതായത് ഇത്രയും ദൂരം ഇത് സഞ്ചരിക്കും. ഇനി പറയുന്ന കംപ്ലീറ്റ് അത്ര പുറകോട്ട് പോകാതെ ഇത് ഇയാൾക്കും സി സെയിം ആണ്. 3 × 10⁻⁸ meters per second ആണ്. അഥവാ 3 ലക്ഷം കിലോമീറ്റർ ആണ് ഇത് രണ്ടു പേർക്കും ഒന്ന് തന്നെയാണ്. വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് v equals d/t അല്ലേ? d/t. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ഈ കേസിൽ നമ്മുടെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? c ആണ് അല്ലേ? c എന്ന് പറയുന്നത് എത്ര നമുക്കറിയാം. 3 × 10⁸ meters per second ആണല്ലോ. സപ്പോസ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. ഇവിടെ ഇതിനെ നമ്മൾ 100 എന്നെടുത്തു. ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക. 100നെ എങ്ങനെ 1000/10 അല്ലേ? ഇത് ഡിസ്റ്റൻസും ഇത് ടൈമും ആണെന്ന് വിചാരിക്കുക. ഇതാണ് ഈ കേസ്. ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലല്ലേ? സപ്പോസ് ഇത് 1500 ആയാൽ ഡിസ്റ്റൻസ് കൂടി. സ്വാഭാവികമായിട്ട് ഈ 100 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ടൈം ഈ ഡിനോമിനേറ്ററും കൂടണ്ടേ? 15. അതായത് ഈ ഡിസ്റ്റൻസ് കൂടുന്തോറും ഡിസ്റ്റൻസ് കൂടുന്നത് ഏത് കേസിലാണ്? മൂവ് ചെയ്യുന്ന കേസിലാണ് അല്ലേ? ആ മൂവ് ചെയ്യുന്ന കേസിൽ ഒരു കാരണവശാലും സി മാറില്ല. ആ സി അവിടെ മാറാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്നൊരു വസ്തുവിൽ ബാക്കിയുള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഡിസ്റ്റൻസ് മാറുന്നുണ്ട്, പക്ഷെ ഇവിടെ അപ്പോൾ ടൈമും അതിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. ഇത് 10 സെക്കൻഡ് എന്നുള്ളത് ഇവിടെ 15 സെക്കൻഡ് ആകും. എന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്യുമ്പം വളരെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പം ടൈമിൻ്റെ ഫ്ലോ കുറയും. 10 എന്നുള്ളത് 15 സെക്കൻഡ് ആകും. അതായത് 1 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യം 5 സെക്കൻഡ് കൊണ്ട് ചെയ്യും. സ്ലോ ആകും, ടൈം സ്ലോ ആകും. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഫോർമുലയാണ് T0 ഈക്വൽസ് അല്ല T ഈക്വൽസ് T0 മൈനസ് T0 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് v സ്ക്വയർ ബൈ c സ്ക്വയർ. അതായത് ഇതെന്താ സംഭവിക്കുക? ഈ v കൂടുന്തോറും ഇതിന്റെ ടോട്ടൽ വാല്യൂ കൂടും. ഈ ടോട്ടൽ വാല്യൂ കൂടുന്തോറും 1 മൈനസ് എന്നുള്ളത് കുറയും. 1 മൈനസ് എന്നുള്ളത് കുറഞ്ഞു വരും. അതായത് ഈ ടി കുറഞ്ഞു വരും. അതായത് വെൻ v ഈക്വൽ c എന്ത് പറ്റും? v സ്ക്വയർ ബൈ c സ്ക്വയർ എന്നുള്ളത് 1 ആകും. 1 മൈനസ് 1 എന്നുള്ളത് 0 ആകും. ആവില്ലേ? അതായത് ടി ഈക്വൽസ് T0 എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി അറ്റ് ദ ടൈം വെൻ v ഈക്വൽസ് 0. അതായത് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഉള്ള ടൈമാണത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. റെസ്റ്റിലിരിക്കുമ്പോ ടൈം നല്ല പറഞ്ഞു കൊടുക്കണ്ടേ? ഇവിടുന്ന്
നമ്മള് ആ കാണുന്ന ആളുടെ വെലോസിറ്റിയാണ് അതെ അതെ, ഇവിടെ നിന്ന് ഒരാൾ താഴെ അത് അങ്ങനെ നോക്കുമ്പോൾ പറയണം, അതാണ് അല്ലെങ്കിൽ clear ആവും. ഇയാളുടെ ടൈം, ഇവിടെ ഒബ്സർവറുടെ ഒബ്സർവറുടെ time ടൈമാണത്. ആണ് T naught. ആ ഒബ്സർവറുടെ ടൈമാണ് T0 എന്ന് അതാണ് പറയുന്നത്. പ്രോപ്പർ ടൈം. അതായത് എന്ത് പറ്റും, T0 അതായത് ഈ ഇവിടെ വരുമ്പം ഈ V ഈക്വൽസ് C, T0 ഇൻറ്റു 0 T, അതായത് ഫ്ലോ ഓഫ് ടൈം ആണ് T0. അതായത് സിയുടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആ സ്പീഡിൽ പോകുമ്പം ടൈം എന്ന് പറയുന്ന സാധനം ഫ്ലോ ചെയ്യില്ല. ഇല്ല, മനസ്സിലായോ? അതെങ്ങനെയാണെന്നുള്ളതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണിത്. ഇതിന്റെ ലോജിക്കൽ അതായത് ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നിന്ന് ഒരാള് നോക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് അയാളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാം, ഇവിടെ നിന്ന് ഒരാള് പ്ലെയിൻ നോക്കുക, ആ പ്ലെയിനിനുള്ളില് സ്വിച്ച് ലൈറ്റ് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും അവർക്ക് വലിയ ഉള്ളിൽ, പക്ഷെ ഇവിടെ സംബന്ധിച്ച് ചിലപ്പം ഇവിടെ ആ പ്ലെയിനിൽ ലൈറ്റ് ഓൺ ആക്കിയെങ്കിൽ ഇവിടെ അതായത് അവർക്കറിയയില്ല. അവരെ സംബന്ധിച്ചോളം ഇത് ഈ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ കാര്യം കഴിയും. പക്ഷെ ഭൂമിയിൽ അതല്ല, അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഈ ഫ്ലോ ഓഫ് ടൈം കുറയും, ഭൂമി ഇതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി ഉള്ളൊരു സ്പേസ് ഷിപ്പിൽ പോകുന്ന ഒരാൾക്ക് ഭൂമിയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാലും അയാൾ എങ്ങനെയാണോ പോയത് ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴും ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റോ അത്ര ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പോയിട്ടുണ്ടാവില്ല. അയാളിങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഒരു സ്പേസ് ഷിപ്പിൽ കയറി വെലോസിറ്റി ഓഫ് ലൈറ്റ്, ആ സ്പീഡ് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ നമ്മൾ പോകുന്നു. ഒരു 10 ലക്ഷം വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ. പക്ഷെ പുള്ളിനെ സംബന്ധിച്ച് പുള്ളിക്ക് ടൈം പോയിട്ടില്ല. അല്ല അതുണ്ട്, അയക്ക് ഒരു 0.1 സെക്കൻഡ് പുള്ളിക്ക് അങ്ങനെ അല്ല തോന്നുന്നത്. അതാണ് തിരിച്ചു വരുമ്പോ. പക്ഷെ തിരിച്ചു വരുമ്പോ ഇവിടെ ചിലപ്പോ ഭൂമി പോലും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോഴേ അത് മനസ്സിലാവൂ. അതാണ് സംഭവം. അവിടെ ഇരിക്കുന്ന സമയത്ത് നോർമലി എല്ലാം സംഭവിക്കുന്നു. അതെ, മനസ്സിലായില്ലേ? അപ്പം ഈ വെലോസിറ്റി കൂടുമ്പം, അതായത് സ്പീഡ് കൂടുമ്പം എങ്ങനെയാണ് ടൈമിന്റെ ഫ്ലോ കുറയുന്നത് എന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പക്ഷെ ഇവിടെ കഴിഞ്ഞില്ല. എന്താണ്? ടൈം ഡയലേഷൻ ഗ്രാവിറ്റി കാരണവും ഉണ്ടാകും. അതായത് ഗ്രാവിറ്റി കൂടുതലുള്ളിടത്തും ഈ സ്പീഡ് കൂടുമ്പോൾ ഉള്ള അതേ എഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു സ്ഥലത്ത് സമയം പതുക്കെയേ മുമ്പോട്ട് പോവുകയുള്ളൂ. അതാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ സിനിമയിൽ കണ്ടത്. അല്ലെങ്കിൽ അതൊരു കാര്യം ചെയ്യാം, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ്, കുറച്ചുകൂടെ ഇതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അത് നമുക്ക് ഈ വേറൊരു വീഡിയോയിൽ ചെയ്യാം, അല്ലെ? അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ വല്ലാത്ത കൺഫ്യൂഷൻ ആയി പോകും. അപ്പം ഈ വീഡിയോ നമ്മൾ ഈ ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കും. ഓക്കെ? മറ്റേ വീഡിയോ ഈ വീഡിയോ എല്ലാരും കണ്ടാലേ അടുത്ത വീഡിയോ മനസ്സിലാവത്തുള്ളൂ. ഈ വീഡിയോയും കാണുക, അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യും, അടുത്ത ദിവസം തന്നെ ചെയ്യും. ഇതിന്റെ 2ാം ഭാഗം ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ സയൻസ് ശാസ്ത്ര കുതുകികളിലേക്ക്, ആ താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ? അപ്പം ഇതിൻ്റെ 2ാം ഭാഗം വരെ എല്ലാവർക്കും നമസ്കാരം. ഉടനെ കാണാം.